അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുത്തുനബിയുടെ സുന്ദരമായ വേദിയിൽ അവിടുത്തെ ഒരു ചരിത്ര കഥ അവതരിപ്പിക്കാനാണ് ഞാൻ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അങ്ങകലെ മക്കയിൽ നടന്ന കഥയാണിത്. സൂര്യൻ അതിന്റെ ഘോരതാപം ചന്ത മൈതാനത്ത് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. കാലിച്ചന്തയിലെ കാലികളും ഉടമകളും ഉപഭോക്താക്കളും തേക്കാറ്റിൽ വിയർത്തു ക്ഷീണിച്ചു പോയിട്ടുണ്ട്. പരവശരായ മൃഗങ്ങളും വിയർത്തു കുളിച്ച ഉടമകളും ഇത്തിരി തണുത്ത കാറ്റിനു വേണ്ടി കാത്തിരിക്കുകയാണ്. യമനിലെ സുബൈദ് ഗോത്രത്തിലെ ഒരു യുവ കർഷകൻ 3 മുന്തിയ ഒട്ടങ്ങളുമായി ചന്തയിൽ എത്തിയതാണ്. ചൂടപ്പം പോലെ ചിലവാകുന്ന അനുഭവമാണ് അയാൾക്കുള്ളത്. ഇന്ന് എന്തു പറ്റി? രാവിലെ ഒരാൾ വന്ന് വില പറഞ്ഞു പോയതാണ്. പിന്നെ ഉച്ചയായി, സന്ധ്യയായി, ചന്ത അവസാനിക്കാറായി. ഒരാളും അങ്ങോട്ട് വരുന്നില്ല. ചാവാലും മൃഗങ്ങൾ പോലും വിറ്റുപോകുന്ന ചന്തയിൽ തൻ്റെ മാത്രം എന്താണ് ഗതി? അയാൾ അസ്വസ്ഥനായി. അയാൾ ചന്തയുടെ പടിഞ്ഞാറ് വശത്തേക്ക് നീങ്ങി. ഒട്ടങ്ങൾക്ക് കാൽത്തളയിട്ടു, പുല്ലിട്ട് കൊടുത്തു. വല്ല കൂടോത്രം പറ്റിയോ? മന്ത്രവാദികളെ സമീപിക്കാം. കണ്ണീറ് പറ്റിയതാണെങ്കിൽ അതിന് പരിഹാരം ചെയ്യാലോ. അയാൾ മറ്റൊരു കച്ചവടക്കാരനെ സമീപിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ യമനിൽ നിന്ന് വന്ന കർഷകനാണ്. മാസങ്ങളോളം യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. ഇവിടെ ഒരു നേതാവിൻ്റെ ഒട്ടങ്ങൾക്ക് വില പറഞ്ഞ് മുടക്കാൻ ചരക്കാക്കി. അത് കണ്ണേറോ കൂടോത്രമോ അല്ല. രാവിലെ നിങ്ങളുടെ ഒട്ടങ്ങൾക്ക് അബുൽഹക്കാണ് വില പറഞ്ഞത്. അയാൾ പറഞ്ഞ വിലക്ക് മുകളിൽ ഈ ചന്തയിൽ ആരും വില പറയില്ല. പറഞ്ഞാൽ തന്നെ വിലയും മൃഗവും നഷ്ടപ്പെട്ടത് തന്നെ. എന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള ഇവകളെ ഞാൻ വെറുതെ കൊടുക്കുന്നതല്ല. അയാൾ മക്ക പരിസരത്തേക്ക് നടന്നു. ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഖുറൈശികളെ, ഇവിടേക്ക് എങ്ങനെ ഉരുപ്പടികളെത്തും? ഈ രാജ്യത്തിൽ നിന്ന് എങ്ങനെ വസ്തുക്കൾ വാങ്ങും? വ്യാപാരം വളരണമെങ്കിൽ സുരക്ഷ വേണ്ടേ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആരും ശ്രദ്ധിക്കാത്തത് കണ്ട് അയാൾ അവിടെ പരക്കമായി നടന്നു. അപ്പോഴതാ ചന്തയുടെ ഒരറ്റത്ത് മൂലയിൽ ഒരു നേതാവിന്റെ മുമ്പിൽ കൂട്ടം കൂടിയിരിക്കുന്ന കുറച്ചാളുകൾ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടയാളികൾ ദരിദ്രമാണെങ്കിലും അവരുടെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. മധ്യവയസ്കരായ പ്രതാപശാലിയാണ് അവരുടെ നേതാവ്. ആ നേതാവ് ആരാണെന്നറിയാമോ? നമ്മുടെ കരളിന്റെ കഷ്ണമായ മുത്തുനബി തന്നെ. പക്ഷെ ഇത് മുത്തുനബിയാണെന്ന കാര്യം ഈ കർഷകൻ അറിയില്ല കേട്ടോ. കർഷകൻ മുത്തുനബിയുടെ അടുത്തെത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു. മുത്തുനബി സ്വന്തം മേൽമുടി വിരിച്ചു കൊടുത്തു. എന്ത്? ഒട്ടകച്ചോര പ്രസരിക്കുന്നത് എനിക്ക് സ്വന്തം മേൽമുടി വിരിച്ചു തരികയോ? വല്ലാത്ത വിനയും മര്യാദയും തന്നെ. വലിയ പ്രത്യാക്ഷയോടെ അയാൾ അതിലിരുന്നു. അയാൾ ചോദിച്ചു, നബിതങ്ങൾ ചോദിച്ചു, എവിടെയാണ് തങ്ങളുടെ ഒട്ടകങ്ങൾ? അയാൾ പറഞ്ഞ സ്ഥലം ലക്ഷ്യമാക്കി പൊന്നാര നബിയും അനുയായികളും നടന്നു. ഒട്ടകങ്ങളെ കണ്ടു. ലക്ഷണമൊത്ത ഒട്ടകങ്ങൾ. എന്തു വില കിട്ടണം? ഞാൻ വില കിട്ടണം. താങ്കൾ കരുതി ഞാൻ വില എത്രയാണ്? 100 പണം. 90 ആയാലും ശരി, വിൽക്കാം, തൃപ്തിയാണ്. എങ്കിൽ ഞാനിത് 3 വാങ്ങി. താങ്കൾ പറഞ്ഞ 100 പണത്തിന് തന്നെ. പക്ഷേ പണം അല്പം താമസിച്ചേ തരൂ. എന്താ, പറ്റുമോ? അയാൾക്ക് സമ്മതം. അയാൾ 3 ഒട്ടങ്ങളുടെയും ശരി പ്രവാചകരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പ്രവാചകർ ഒട്ടങ്ങളുമായി കാലിച്ചന്തയുടെ നടുവിലെത്തി. ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലക്ഷണമൊത്ത ഒട്ടകങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. ആവശ്യക്കാരുണ്ടോ? ആവശ്യക്കാർ ഓരോരുത്തരായി വന്നു തുടങ്ങി. കർഷകന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. പണം മടിയിൽ എണ്ണി വെച്ച് ലാഭവിഹിതവുമായി നബിതങ്ങൾ അബ്ദുൽ മുത്തലിബ് കാളിലേക്ക് ചെന്നു. അവിടെയുള്ള പാവങ്ങൾക്ക് 100 പണം വീതിച്ചു നൽകി. അവിടെ നിന്ന് അബുൽ ഹക്കിമിനെ കണ്ടു. ശക്തമായ ജാഗ്രതയുണ്ടായി. ഓ അബുൽ ഹക്കം, ആരെയും വേദനിപ്പിക്കരുത്. കണ്ടോ കൂട്ടുകാരെ, ഏത് സമയവും നമുക്ക് മറ്റൊരാളുടെ സങ്കടം കാണാനും അത് പരിഹരിക്കാനും കഴിയണം. മുത്തുനബിയാണ് നമ്മുടെ മാതൃക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.